മമതാ ബാനർജിയെ തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയെന്ന് വിമതർ. ഹൗറ MLA അരൂപ് റോയ് പുതിയ അധ്യക്ഷനെന്നും വാദം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇക്കാര്യം അറിയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ഋതബ്രത ബാനർജി. മമതയ്ക്ക് മുഖ്യ ഉപദേശക സ്ഥാനം നൽകാമെന്നും വാഗ്ദാനം. വിവരങ്ങളുമായി ശരത് ലാലാണ് ചെന്ത്. ശരത് ലാൽ, ഈ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവി അത് വലിയ രീതിയിൽ തന്നെ പാർട്ടിക്കകത്ത് തന്നെ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്ഥാനമാറ്റം, അല്ലെങ്കിൽ മമതയ്ക്ക് ഏത് സ്ഥാനമാണ് ഈ നൽകാൻ ഉദ്ദേശിക്കുന്നത്? തൃണമൂൽ കോൺഗ്രസിൽ കാര്യങ്ങൾ കീഞ്ഞു നാറുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് മാറ്റിയിരിക്കുന്നു. അതേപോലെ തന്നെ മമതാ ബാനർജിക്ക് വേണമെങ്കിൽ ഉപദേശക സമിതിയുടെ അധ്യക്ഷയായി തുടരാമെന്നാണ് വിമതർ വ്യക്തമാക്കിയിരിക്കുന്നത്. വിമതർ മക്കൾ 60 ഒരു MLA-മാരുടെ പൂർണ്ണ പിന്തുണയുണ്ട്. അതേപോലെ തന്നെ വിവിധ കൽക്കത്ത കൗൺസിലർ അടക്കമുള്ള കൽക്കത്തയിലെ 70 കൗൺസിലർമാരുടെ പിന്തുണയുണ്ട്. അങ്ങനെ ബംഗാളിലെ തൃണമൂലിന്റെ മുഴുവൻ കൗൺസിലർമാരുടെ 80% പിന്തുണ തങ്ങൾക്കുണ്ട് എന്നാണ് വിമതർ അവകാശപ്പെടുന്നത്. ഏതായാലും മമതയെ നീക്കിയിരിക്കുന്നു. അതുമാത്രമല്ല, അഭിഷേക് ബാനർജിയും ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. ഏതായാലും തൃണമൂൽ അല്ലെങ്കിൽ വിമതരുടെ ഏക ലക്ഷ്യം മമതയല്ല, അതായത് മമതയുടെ മരുമകനായ ബാനർജിയാണ്, അഭിഷേക് ബാനർജിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ. ഏതായാലും തൃണമൂൽ എന്നുള്ള പാർട്ടി മമതയിൽ നിന്ന് കൈവിടിയുന്നു എന്ന കാര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഏതായാലും ഇപ്പോൾ മമതക്ക് വേണമെങ്കിൽ ഉപദേശക സമിതി സ്ഥാനം, അധ്യക്ഷ സ്ഥാനം നൽകാമെന്നാണ് വിമതർ അവകാശപ്പെടുന്നത്. വിമതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നാളെ മമത ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്ന് അഭിഷേക് ബാനർജിയോട് അടുപ്പമുള്ള കേന്ദ്രങ്ങൾ വ്യക്തമായി. നാളെ 11 മണിക്ക് മമത പത്രസമ്മേളനം വിളിച്ചിട്ട് ഏതായാലും തൃണമൂലിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ശരി ശരത്. എന്തായാലും തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മമതാ ബാനർജിയെ മാറ്റിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത്.